വിശുദ്ധതയൊക്കെ. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്റെ കുടുംബം, തിരുക്കുടുംബം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഏറെ പ്രിയപ്പെടുന്നതാണ് കുടുംബം. പിതാവായ ദൈവം സ്ഥാപിച്ചതും പുത്രനായ ദൈവം ആശീർവദിച്ചതും പരിശുദ്ധാത്മാവായ ദൈവം നയിക്കുന്നതുമാണ് കുടുംബം. എന്റെ കുടുംബം വളരേണ്ട മാതൃകയും പ്രചോദനവും നൽകുന്നതാണ് നസ്രത്തിലെ തിരുക്കുടുംബം. സ്വപ്നത്തിലൂടെ കേട്ട ദൈവത്തിന്റെ വാക്കുകൾ മടി കൂടാതനുസരിച്ച് യോസേപ്പിതാവ് ദൈവത്തിന് പൂർണ്ണമായ ആമം പറഞ്ഞ് മറയുന്നു. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവന്ന് ഈശോയും ചേർന്നാണ് നസ്രത്തിലെ തിരുക്കുടുംബം. ഉണ്ണീശോയെ പോലെ മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ യോസേപ്പിതാവിന്റെയും മാതാവിന്റെയും ജീവിത മാതൃക അനുകരിക്കുന്നവരാണ്. നസ്രത്തിലെ തിരുക്കുടുംബം ദേവാരാധനയിലും പ്രാർത്ഥനയിലും പങ്കുചേരുന്നവരായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ഒരുമിച്ച് നിന്നു. മകനായ യേശുവിനെ കാണാതായപ്പോൾ അവർ പരസ്പരം കുറ്റം പറഞ്ഞില്ല, പകരം സങ്കടവും വേദനയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചു. അവർ കൈകോർത്ത് മുമ്പോട്ട് നടന്നു. അങ്ങനെ ഈശോയെ കണ്ടെത്തി. ദൈവത്തിന്റെ പദ്ധതികൾക്ക് അവർ ഒന്നാം സ്ഥാനം നൽകി. അവരുടെ മകനായ ഈശോ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് അവർ മനസ്സിലാക്കി. മാനസിക മൂല്യങ്ങൾ ഈശോ പഠിച്ചതും സ്വന്തം കുടുംബത്തിൽ നിന്നായിരുന്നു. കുട്ടികളെ നമ്മൾ കുടുംബജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നുമാണ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മാതൃക ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.